ഇപ്രാവശ്യം അമ്മ വന്നതിന് ശേഷമാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അച്ഛൻ വരുമ്പോഴേ കൊണ്ടുവന്നതാണ് കുത്തേരി. അപ്പോൾ ഒരു തവണ കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ അരി പൊങ്ങിയൊക്കെയില്ലേ, ആ ഒരു സംഭവം ഉണ്ടാക്കി രാവിലെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചോറ് കഴിക്കുന്നതിനിടയിൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പായസത്തിന് ഉണ്ടാക്കാം. അതാകുമ്പോൾ വൈകുന്നേരം വേറെ സ്നാക്സ് ഒന്നും വേണ്ടല്ലോ, പിള്ളേരും കഴിക്കും, പിള്ളേർക്കും ഇഷ്ടമാണ്. അങ്ങനെ പായസത്തിന് ഈ ഒരു ഭരണിയിൽ അങ്ങ് ഇട്ട് വെച്ച് കൊണ്ടുവന്ന കുത്തരി പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരിയൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിൽ അങ്ങ് ഇട്ടു. വിസിലൊന്നും അടുപ്പിച്ചില്ല ഇപ്രാവശ്യം, കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊരു 3-4 വിസിലൊക്കെ അങ്ങ് അടുപ്പിക്കാം. അടിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ട് ജസ്റ്റ് വേവിച്ചാലും മതി, പെട്ടെന്ന് വേവും. കുത്തരി എന്ന് വെച്ചാൽ നമ്മൾ പലതരം കുത്തരി ഉണ്ടല്ലോ. നമ്മൾ ചോറ് വയ്ക്കുന്ന കരിയാണെങ്കിൽ ഈ ഒരു കുക്കറിലൊന്നും അധികം വേവാതെ കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ഇങ്ങനെ നന്നായിട്ട് വേവിച്ചിട്ട് പിന്നെ കുറച്ച് ഏലക്ക അങ്ങ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, എനിക്കൊരു കുട്ടി പറഞ്ഞു തന്നെയാണേ. അപ്പം നമ്മളെല്ലാവരും ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം ആൾക്കാരൊക്കെ ഈ ഏലക്കയുടെ തോലും കൂടി അങ്ങ് പൊടിച്ചിട്ടിടുന്നൊരു പതിവുണ്ട്. അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറാണെന്ന് ഈ ഏലക്ക ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ കൂട്ടുകാരിയാണേ. അപ്പോൾ അവൾ എന്നോട് നമ്മളോട് എല്ലാവരോടും പറഞ്ഞത്, കാരണം അവൾ നാട്ടിൽ നിന്ന് ഏലക്ക കൊണ്ടുവന്നപ്പോഴും നമ്മളെന്തോ പറയുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയും കൂടെ ഇതിലിടുന്നെന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞതെന്നാണ്. ചേച്ചി അത് നമ്മളെന്ന് വെച്ചാൽ ഏലക്ക ഉണ്ടാക്കുന്ന കർഷകർ പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക വിഷമായിട്ടുള്ള മരുന്നൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറ്റിപ്പിടിക്കുന്നത് ഇതിൻ്റെ തോലിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരുവില്ലേ, ആ ഒരു സീഡ്, അത് മാത്രം എടുത്ത് പൊടിച്ച് വെച്ചിട്ട് പൊടി മാത്രം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ കുരു അതുപോലെ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും കുറച്ച് മണമൊക്കെ വരും. പക്ഷെ ഇത് നിങ്ങളിതിൻ്റെ തൊലി ഇടാൻ പാടില്ല. അന്നാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അമ്മയൊക്കെ കാണാം ഒരുപാട് അങ്ങ് തൊലി അടക്കം പൊടിച്ച് വെച്ച് ചിലപ്പോൾ ആ തൊലിയും കൂടെ അങ്ങ് ഇടും. അതിനുശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചിട്ടാണ് ഇടാറ്. പിന്നെ ഞാൻ പണ്ടേ എളുപ്പപ്പണിയാണ്, എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി ഇടാറില്ല. പിള്ളേരൊക്കെ കഴിക്കുമ്പോഴും അതങ്ങ് എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ പറഞ്ഞ് ഇത് പായസമൊക്കെ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ പായസത്തിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അടിപൊളി ഒരു പായസമാണ്. നെയ്യും പിന്നെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് വറുത്തിടേണ്ടത് എന്താണെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നല്ലേ, മുന്തിരിയൊക്കെ ഇട്ടാൽ ചെറിയൊരു പുളിപ്പ് രസം വരും. നമ്മൾ ജീരകമാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷനെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പായസമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ഏലക്കായുടെ കാര്യം നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോകരുത്, അതൊന്നും എല്ലാവരും അറിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.